DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 31 ബുധൻ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, റെയിൽവേയുടെ പുതുക്കിയ സമയക്രമം നാളെ മുതൽ നിലവിൽ വരും. കേരളത്തിലൂടെ സർവീസ് നടത്തുന്ന നിരവധി ട്രെയിനുകളുടെ സമയങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. യാത്രക്കാർ പുതുക്കിയ സമയക്രമം പരിശോധിക്കണമെന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. പുതിയ സമയക്രമം പ്രാബല്യത്തിൽ വരുന്നതിനാൽ യാത്രക്കാർ ഔദ്യോഗിക റെയിൽവേ വെബ്സൈറ്റിലൂടെയോ സ്റ്റേഷൻ അറിയിപ്പുകളിലൂടെയോ പുതുക്കിയ വിവരങ്ങൾ ഉറപ്പാക്കണമെന്നാണ് റെയിൽവേ അധികൃതരുടെ നിർദ്ദേശം. അടുത്ത അറിയിപ്പ്, ആധാറുമായി ബന്ധിപ്പിക്കാത്ത പാൻ കാർഡുകൾ 2026 ജനുവരി 1 മുതൽ, അതായത് നാളെ മുതൽ പ്രവർത്തനരഹിതമാകും. ഇതോടെ പുതിയ ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങുന്നതിനോ വലിയ തുകകൾ നിക്ഷേപിക്കുന്നതിനോ തടസ്സമുണ്ടാകും. പാൻ കാർഡ് അസാധുവായാൽ 1000 രൂപ പിഴയും അടയ്ക്കേണ്ടി വരും. അതിനാൽ ഇനിയും പാനും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കാത്തവർ ഇന്ന് തന്നെ അത് ബന്ധിപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. നാളെ മുതൽ ആധാറുമായി ബന്ധിപ്പിക്കാത്ത പാൻ കാർഡുകൾ പ്രവർത്തനരഹിതമാകുന്നതായിരിക്കും. അടുത്ത അറിയിപ്പ്, സീറോ ബാലൻസ് അക്കൗണ്ട് ഉള്ളവർ ശ്രദ്ധിക്കുക. നിലവിൽ ആക്റ്റീവ് അല്ലാത്ത ബാങ്ക് അക്കൗണ്ടാണ് നിങ്ങളുടെ കൈവശമുള്ളതെങ്കിൽ അത്തരം അക്കൗണ്ടുകൾ വീണ്ടും ആക്റ്റീവ് ആകുന്നതിന് വേണ്ടി KYC ചെയ്യണമെന്ന നിർദ്ദേശം വന്നിരിക്കുകയാണ്. ആധാർ കാർഡ് ഒറിജിനൽ കോപ്പി KYC ഫോം സഹിതം ഫിൽ ചെയ്ത് സമർപ്പിക്കേണ്ടതുണ്ട്. ബാങ്കിൽ നേരിട്ടെത്തി വേണം ഇത് സമർപ്പിക്കുവാൻ. ആക്റ്റീവ് അല്ലാത്ത ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയോ അല്ലെങ്കിൽ പെർമനന്റായി ക്ലോസ് ചെയ്യുകയോ ചെയ്യുന്നതായിരിക്കും. അടുത്ത അറിയിപ്പ്, സംസ്ഥാന സർക്കാർ നൽകി വരുന്ന ക്ഷേമ പെൻഷൻ ആനുകൂല്യം തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായി അടിയന്തരമായി തന്നെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. നിലവിൽ 2000 രൂപ വീതം പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർ എല്ലാ വർഷവും ഈ പുതുക്കൽ പ്രക്രിയ പൂർത്തിയാക്കേണ്ടത് നിർബന്ധമാണ്. വരാനിരിക്കുന്ന പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായി ഈ രേഖ സേവന പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. 2026 ജനുവരി 31 വരെയാണ് ഇത്തരത്തിൽ ഈ രേഖ സമർപ്പിക്കുന്നതിനായി സർക്കാർ അനുവദിച്ചിരിക്കുന്ന സമയം. വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളാണ് ഇവ ഹാജരാക്കേണ്ടത്. 2025 സെപ്റ്റംബർ 30 ശേഷം പുതുതായി പെൻഷൻ അനുവദിക്കപ്പെട്ടവർ ഈ ഘട്ടത്തിൽ രേഖകൾ ഹാജരാക്കേണ്ടതില്ല. 2025 സെപ്റ്റംബർ 30 വരെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്നവരാണ് ഈ രേഖ ഹാജരാക്കേണ്ടത്. അടുത്തറിയിപ്പ്, ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര NPS നീല, NPNS വെള്ള റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗം PHH പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനായുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്ന തീയതി ഇന്ന് വൈകിട്ട് 5 മണിയോടെ അവസാനിക്കുകയാണ്. ഇനിയും അപേക്ഷിക്കാത്തവർ അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുമ്പായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.